സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. അറിവിൻ്റെ പ്രകാശം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന പ്രിയ അധ്യാപകർക്ക് ട്രക്ക് ആൻഡ് ട്രിക്സ് ഫോർ സ്റ്റുഡൻസിൻ്റെ സ്നേഹാഭിവാദ്യം. ദിനാചരണങ്ങൾ ചരിത്ര സത്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളാണ്. ഓരോ ദിനാചരണവും ദേശസ്നേഹത്തിൻ്റെയും മാനവികതയുടെയും ധാർമ്മിക മൂല്യങ്ങളുടെയും വിളനിലമായി തീരാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ഈ ലക്ഷ്യം നിറവേറ്റാനായി ഏറെ ദിനാചരണങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അധ്യാപക ദിനം ഇവയിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്നു. ദേശീയ തലത്തിൽ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിച്ചു വരുന്നത്. പല രാജ്യങ്ങളും വ്യത്യസ്ത ദിവസങ്ങളിൽ അധ്യാപക ദിനം ആചരിച്ചു വരുന്നുണ്ട്. ഇത് അധ്യാപക വൃത്തിയുടെ മഹത്വം വെളിവാക്കുന്നു. വിദ്യാഭ്യാസ വിചക്ഷണനും ദാർശനികനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനോടുള്ള ആദരസൂചകമായാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ദേശവ്യാപകമായി വൈവിധ്യമാർന്ന പരിപാടികളോടെ അധ്യാപക ദിനമായി ആഘോഷിച്ചു വരുന്നത്. രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ഉതകിയ ഉന്നതമായ വിദ്യാഭ്യാസ വീക്ഷണങ്ങൾ അവതരിപ്പിക്കുകയും അധ്യാപന വൃത്തിയിലൂടെ മഹനീയ മാതൃകകൾ പ്രാവർത്തികമാക്കുകയും ചെയ്ത ഗുരുവരനായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ. അറിവിൻ്റെ ആദ്യ പടവിൽ നിന്നും വിജ്ഞാന സമ്പാദനത്തിൻ്റെ ഗിരിശൃംഗത്തിലേക്ക് പഠിതാവിനെ ഉയർത്തുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. ശ്രേഷ്ഠരായ അധ്യാപകർ സ്വന്തം പ്രവൃത്തിയിലൂടെ ശാസ്ത്രീയ വശങ്ങളെ വികസിപ്പിക്കുകയും അധ്യാപനത്തെ ഹൃദ്യവും ആകർഷകവുമായ കലയാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇപ്രകാരമുള്ള ശിഷ്യഗണങ്ങളുടെയും സമൂഹത്തിൻ്റെയും ആദരപാത്രമാകുന്നു. അറിവ് പകർന്ന് മനുഷ്യ മനസ്സിനെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നവർക്ക് എക്കാലവും മഹോന്നത സ്ഥാനമാണ് സമൂഹം നൽകി വരുന്നത്. സമസ്ത സുന്ദര ലോകം കെട്ടിപ്പടുക്കുവാനുള്ള ആദ്യ ചുമതല ഗുരുവിനാണ് എന്ന തിരിച്ചറിവ് പുരാതന കാലം തൊട്ടേ രൂപപ്പെട്ടിരുന്നു. കരുത്തുറ്റ സമൂഹത്തിൻ്റെ സൃഷ്ടികർത്താവും വഴിവിളക്കുമായി അധ്യാപകനെ ആദ്യകാലം മുതലേ പരിഗണിക്കുക വഴി അധ്യാപക വൃത്തി മഹത്വവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അധ്യാപകൻ ആരാധ്യനാകുന്നത് വിദ്യാർത്ഥികളുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വിശകലനം ചെയ്യപ്പെടുമ്പോഴാണ്. അറിവിൻ്റെ വിസ്ഫോടന കാലമാണിത്. ലഭ്യമായ അറിവ് കൈമാറാൻ പരസഹായമൊട്ടും ആവശ്യമില്ല. അതിനാൽ അറിവ് നിർമ്മാണ കേന്ദ്രമായി ക്ലാസ് മുറികൾ മാറേണ്ടതുണ്ട്. അറിവ് ആർജിക്കൽ ഉപാസന ആക്കിയവർക്ക് മാത്രമേ മാതൃകാധ്യാപക പദവിയിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. രാഷ്ട്രനിർമ്മാണത്തിൽ നിസ്തുല പങ്ക് വഹിക്കുന്നതിനാൽ ലോകമെമ്പാടും അധ്യാപകനെ അധ്യാപക വൃത്തിയെയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ അധ്യാപകർ അസാധാരണ വ്യക്തിത്വം രൂപപ്പെടുത്തി പൂജനീയരാകുകയും സമൂഹത്തെ പുഷ്ടിപ്പെടുത്തുകയും പ്രശോഭിതമാക്കുകയും വേണം. ടോൾസ്റ്റോയ് അധ്യാപകനെ വിശേഷിപ്പിച്ചതിങ്ങനെയായിരുന്നു: കുട്ടികളോടുള്ള സ്നേഹവും തൊഴിലിനോടുള്ള പവിത്രതയും കൂടിച്ചേരുമ്പോഴാണ് ഒരുവൻ പൂർണ്ണ അധ്യാപകനാകുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ പ്രശസ്തമായ ഈ വചനം പ്രാവർത്തികമാക്കാനുള്ള ഊർജം ഈ വർഷത്തെ അധ്യാപക ദിനാചരണ വഴി അധ്യാപകരിൽ സന്നിവേശിക്കട്ടെ. മാന്യ ശ്രോതാക്കൾക്ക് അധ്യാപക ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.